കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാപ്പിലറി റൈസിനും കാപ്പിലറി ഫോളിനുമുള്ള ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് H=4 സിഗ്മ കോസ് തീറ്റ ഡിവൈഡ് ബൈ 4 റോ ജി ഡി എന്ന് പറയുന്നത് അല്ലേ. ഇതായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പ്രോബ്ലംസ്, തുടക്കത്തിലെ പ്രോബ്ലംസ് എല്ലാം നമ്മൾ നേരത്തെ ചെയ്തതാണ്. അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. ഇതിൽ കുറച്ച് പ്രോബ്ലംസ് ഞാൻ ഓൾറെഡി തന്നിട്ടുണ്ട്. ഒരു 7 പ്രോബ്ലത്തോളം സോൾവ് ചെയ്യാത്ത പ്രോബ്ലംസാണ്. അതിൽ ചെയ്യാനുള്ള ഹിൻറ്റ് അതിൻ്റെ കൂടെ തന്നെ തന്നിട്ടുണ്ട്. അത് വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കുക എല്ലാവരും. ഓക്കെ, ഈ 8ാമത്തെ പ്രോബ്ലം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. The space between two parallel horizontal plates kept 5 mm apart is filled with crude oil of dynamic viscosity 2.5 Newton/second per m square. If the lower plate is stationary and the upper plate is pulled with a velocity of 1.75 meter per second, determine the shear stress on the lower plate. അതായത് 2 പാരലൽ പ്ലേറ്റ്സ് ഉണ്ട്. ആ പാരലൽ ഹൊറിസോണ്ടൽ പ്ലേറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 5 മില്ലിമീറ്റർ ആണ്. 5 മില്ലിമീറ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അസ്യൂം ചെയ്യാം, അതല്ലേ 1 സെൻറ്റിമീറ്ററിൻ്റെ പകുതി, അത്രയേ ഉള്ളൂ അത് തമ്മിലുള്ള ഡിസ്റ്റൻസ്. അതിനിടയ്ക്ക് ഒരു ക്രൂഡ് ഓയിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡൈനാമിക് വിസ്കോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മ്യൂ ആണ്. മ്യൂ നമുക്ക് തന്നിട്ടുണ്ട് 2.5 Newton/m² ആണ്. അവിടെ ലോവർ പ്ലേറ്റ് എന്ന് പറയുന്നത് സ്റ്റേഷനറി ആണ്, അതായത് അത് നീങ്ങുന്നില്ല. അതേസമയം മുകളിലത്തെ പ്ലേറ്റ് ആണ് മൂവ് ചെയ്യുന്നത്. അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 1.75 meter per second ആണ്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഷിയർ സ്ട്രെസ്സ് എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഷിയർ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. എന്താണ്? ടോ = മ്യൂ ഇൻറ്റു du/dy ആണെന്നുള്ളത് നമുക്ക് അറിയാം അല്ലേ. അതിൽ du എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറൻസ് ഇൻ വെലോസിറ്റിയാണ്. അപ്പർ പ്ലേറ്റാണ് മൂവ് ചെയ്യുന്നത് 1.75 meter per second. ലോവർ പ്ലേറ്റിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആണ്, ബിക്കോസ് അത് മൂവ് ചെയ്യുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഡിഫറൻസ് ഇൻ വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 1.75 meter per second ആണ് അല്ലേ. അപ്പോൾ du കിട്ടി. മ്യൂ നമുക്ക് തന്നിട്ടുണ്ട് ഓൾറെഡി 2.5 Newton/second per m² ആണെന്നുള്ളത്. ദെൻ അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 5 മില്ലിമീറ്റർ ആണെന്നും തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടോ = എന്താണ്? മ്യൂ ഇൻറ്റു du/dy. അതായത് അവിടുത്തെ സ്ട്രെസ് എന്ന് പറയുന്നത്, ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് നമുക്ക് വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് 875 Newton/m² എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ, ജസ്റ്റ് സിമ്പിളായിട്ടുള്ള അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ പ്രോബ്ലം ആണത്. അതേ മോഡലിലുള്ള ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. എ പ്ലേറ്റ് 0.025 millimeter distant from a fixed plate moves at 60 centimeter per second and requires a force of 2 Newton per area to maintain this speed. If the specific gravity of oil which fills between the plates is 0.95, calculate the dynamic viscosity and the kinematic viscosity of the oil. ഇവിടെ നമ്മളുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് ഡൈനാമിക് വിസ്കോസിറ്റിയും അതേപോലെ തന്നെ കൈനമാറ്റിക് വിസ്കോസിറ്റിയുമാണ്. നമുക്കിവിടെ തന്നിട്ടുള്ള ഡീറ്റെയിൽസ് എന്താണ്? 2 പ്ലേറ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 0.025 millimeter ആണ്. അതിന് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പർ പ്ലേറ്റ് എന്ന് പറയുന്നത് മൂവ് ചെയ്യുന്നത് 60 centimeter per second ആണത് അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത്. അവിടുത്തെ ഞാനിവിടെ ടോ = 2 Newton/m² എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് അവിടുത്തെ ഷിയർ സ്ട്രെസ്സ്. പക്ഷേ ഡയറക്റ്റായിട്ട് നമുക്ക് ഷിയർ സ്ട്രെസ്സ് 2 Newton/m² ആണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ? ഇല്ല. നിങ്ങളൊന്ന് നോക്കിയേ. ഇറ്റ് റിക്വയർസ് എ ഫോഴ്സ് ഓഫ്, അതായത് ഇവിടുത്തെ ഈ സെക്കൻഡ് ലൈൻ നോക്കുക. ഇറ്റ് റിക്വയർസ് എ ഫോഴ്സ് ഓഫ് 2 Newton per area to maintain this speed.
ഈ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊരു 2 ന്യൂട്ടൺ പെർ ഏരിയ അവിടെ അതിൻ്റെ സ്ട്രെസ്സാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതായത് ലൈൻസിൻ്റെ ഇടയിൽ നിന്ന് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അതുപോലെ തന്നെ അവിടുത്തെ സ്പെസിഫിക് ഗ്രാവിറ്റി എസ് എന്ന് പറയുന്നത് 0.95 തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ന്യൂവും കണ്ടുപിടിക്കണം, അതേപോലെ തന്നെ മ്യൂവും കണ്ടുപിടിക്കണം. ന്യൂ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം? മ്യൂ ഡിവൈഡ് ബൈ ഡെൻസിറ്റി വേണം അല്ലേ? ഓയിലിൻ്റെ ഡെൻസിറ്റി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഓയിലിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് നമുക്കിവിടെ ഓൾറെഡി നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട്. സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓയിലിൻ്റെ ഡെൻസിറ്റി കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഓയിലിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 950 kg/m³ എന്ന് കിട്ടി. അടുത്തത് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. അവിടുത്തെ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് 2 Nm/m² ആണ്. ഡിഫറൻസ് ഇൻ വെലോസിറ്റി DU നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ കിട്ടിയ കാര്യങ്ങളെല്ലാം ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിൽ നിന്നും മ്യൂ കണ്ടുപിടിക്കുന്നു. മ്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈനമാറ്റിക് വിസ്കോസിറ്റി എന്ന് പറയുന്നത് ഡൈനാമിക് വിസ്കോസിറ്റി ഡിവൈഡഡ് ബൈ മാസ് ഡെൻസിറ്റിയാണ്. അതായത് മ്യൂ ഡിവൈഡ് ബൈ റോ ആണ്. റോയും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കൈനമാറ്റിക് വിസ്കോസിറ്റിയും കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യേണ്ടത്. അതിൽ തന്നെ ഒരു പ്രോബ്ലം ഞാൻ അതിനകത്ത് ഹോംവർക്ക് ഇട്ടിട്ടുണ്ട്. എല്ലാവരും അതൊന്ന് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. ഫ്ലൂയിഡ് പ്രഷർ. എന്താണ് ഫ്ലൂയിഡ് പ്രഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എ ലിക്വിഡ് എക്സേർട്സ് പ്രഷർ ഓൺ ഓൾ സർഫസസ് വിത്ത് വിച്ച് ഇറ്റ് കംസ് ഇൻ കോണ്ടാക്റ്റ്. ഒരു ലിക്വിഡ് ഏതൊരു സർഫസായിട്ട് കോണ്ടാക്റ്റ് വന്നാലും ആ ലിക്വിഡ് ആ സർഫസിലേക്ക് ഒരു പ്രഷർ അപ്ലൈ ചെയ്യും. കൺസിഡർ DF ഈസ് ദ ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ ദ സ്മോൾ ഏരിയ DA ഇൻ എ ലാർജ് മാസ് ഓഫ് സ്റ്റാറ്റിക് ഫ്ലൂയിഡ്. അതായത് അനങ്ങാതെ നിൽക്കുന്ന, സ്റ്റാറ്റിക്കായിട്ട് നിൽക്കുന്ന ഒരു ഫ്ലൂയിഡിൻ്റെ ഒരു ലാർജ് മാസിൻ്റെ സ്മോൾ ഏരിയയാണ് DA എന്ന് പറയുന്നത്. അതിൽ അപ്ലൈ ചെയ്യുന്ന ഒരു ചെറിയ ഫോഴ്സാണ് DF എന്ന് പറയുന്നത്. ഓക്കെ, the force exerted by the surrounding fluid on this area will be perpendicular to the surface area. That is, DF is the force acting on the area DA in the normal direction. The ratio DF by DA is known as intensity of pressure or simply pressure. Pressure എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ആ നോർമലായിട്ട് അവിടെ വരുന്ന ഫോഴ്സ് ഡിവൈഡഡ് ബൈ അവിടുത്തെ ആ ഒരു ക്രോസ് സെക്ഷണൽ ഏരിയ, അതാണ് പ്രഷർ എന്ന് നമ്മൾ പറയുന്നത്. ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ അപ്പോൾ എന്തായിരിക്കും? P = ഫോഴ്സ് ബൈ ഏരിയ ആയിരിക്കും. അതിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് Nm/m² ആണ്. പാസ്കൽ എന്ന് നമ്മളതിനെ പറയും. അതിൻ്റെ പലതരത്തിലുള്ള യൂണിറ്റ്സാണ് ഈ കാണിച്ചിട്ടുള്ളത്. നമുക്കെല്ലാം ഒന്നും ആവശ്യമില്ല. ഇതിനകത്ത് 1 ബാർ എന്ന് പറയുന്നതൊന്ന് നോക്കി വയ്ക്കുക. 1 ബാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10⁵ Nm/m² ആണ് ഒരു ബാർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഒരു ബാർ = 101.325 kN/m² ആണ്, which is approximately equal to the atmospheric pressure. ഓക്കെ, ഇനി അറിയേണ്ടത് പ്രഷർ ഹെഡ് എന്താണെന്നുള്ളതാണ്. പ്രഷർ ഹെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിക്വിഡ് വിൽ എക്സേർട്ട് പ്രഷർ ഓൺ ഓൾ ഡയറക്ഷൻസ് ആസ് വെൽ ആസ് ബോട്ടം ഓഫ് ദ വെസൽ. ഇപ്പോൾ ഒരു കണ്ടെയ്നറിൽ അല്ലെങ്കിൽ ഒരു വെസലിൽ വെള്ളം ഇരിക്കുന്ന അല്ലെങ്കിൽ ഒരു ലിക്വിഡ് ഇരിക്കുന്ന സമയത്ത് അതിൻ്റെ എല്ലാ സൈഡിലേക്കും അതിൻ്റെ ബോട്ടത്തിലേക്കും വാട്ടർ ഒരു പ്രഷർ അപ്ലൈ ചെയ്യുന്നുണ്ട്. ദ പ്രഷർ ഈസ് എക്സേർട്ടഡ് ഡ്യൂ ടു വെയ്റ്റ് ഓഫ് ദ ലിക്വിഡ്. ലിക്വിഡിൻ്റെ വെയ്റ്റ് കാരണമാണ് ഈ ഒരു പ്രഷർ ഉണ്ടാവുന്നത് അല്ലേ? കൺസിഡർ എ കണ്ടെയ്നർ കണ്ടെയ്നിങ് സം ലിക്വിഡ് ഓഫ് സ്പെസിഫിക് വെയ്റ്റ് W Nm/m³. അസ്യൂം എ സിലിണ്ടറിക്കൽ പ്രിസം ഓഫ് ക്രോസ് സെക്ഷണൽ ഏരിയ DA. അതായത് ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ അതൊരു എന്താ പറയുക, ഒരു കണ്ടെയ്നറിൽ അല്ലെങ്കിൽ ഒരു വെസലിൽ നമ്മൾ കുറച്ച് ലിക്വിഡ് എടുത്ത് വെച്ചിരിക്കുകയാണ്. അതിനകത്തേക്ക് നമ്മളുടെയൊക്കെ ഒരു
സാധാരണ മെഷറിംഗ് ജാറില്ലേ, അതുപോലെ ഒരു സിലിണ്ടറിക്കൽ പ്രിസം താഴത്തേക്ക് ഇറക്കി വെച്ചു എന്ന് അങ്ങനെ ഒരു സിലിണ്ടറിക്കൽ പ്രിസം നിങ്ങൾ അസ്യൂം ചെയ്യാം. അതിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത്, ലിക്വിഡിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് h ആണ്. അതിൻ്റെ ഏരിയ, നമ്മളുടെ ലിക്വിഡ് പ്രിസത്തിൻ്റെ സിലിണ്ടറിക്കൽ പ്രിസത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് dA ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ പ്രഷർ ആക്ടിങ് അറ്റ് ദ ബോട്ടം ഓഫ് ദ ബേസ് ഓഫ് ദ പ്രിസം വിൽ ബി ഈക്വൽ ടു ദ വെയ്റ്റ് ഓഫ് ദ ലിക്വിഡ് ഇൻ ദ പ്രിസം ആയിരിക്കില്ലേ. അതായത് ഈ വെസലിൻ്റെ ഏറ്റവും ബോട്ടത്തിൽ വരുന്ന ആ ഒരു പ്രഷർ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഈക്വൽ ടു ദ വെയ്റ്റ് ഓഫ് ദ ലിക്വിഡ് കണ്ടെയ്ൻഡ് ഇൻ ദാറ്റ് സിലിണ്ടറിക്കൽ പ്രിസം. അപ്പോൾ അവിടുത്തെ പ്രഷർ dP ഈസ് ഈക്വൽ ടു വോള്യൂം ഓഫ് ദ സിലിണ്ടറിക്കൽ പ്രിസം ഇൻ ടു സ്പെസിഫിക് വെയ്റ്റ് ഓഫ് ദി ലിക്വിഡ്. അതെങ്ങനെയാണ് വന്നത്? നമുക്ക് അറിയാം, സ്പെസിഫിക് വെയ്റ്റ് ഇസ് ഈക്വൽ ടു, ഇതവിടെ നമ്മൾ കാണിച്ചിട്ടുണ്ട് കണ്ടോ, സ്പെസിഫിക് വെയ്റ്റ് ഇസ് ഈക്വൽ ടു വെയ്റ്റ് ഡിവൈഡ് ബൈ വോള്യൂം ആണ്. അപ്പോൾ വെയ്റ്റ് ഇസ് ഈക്വൽ ടു സ്പെസിഫിക് വെയ്റ്റ് ഇൻറ്റു വോള്യൂം ആണ് അല്ലേ, അതാണ് നമ്മളവിടെ എഴുതിയിട്ടുള്ളത്. ഇനി dP ഇസ് ഈക്വൽ ടു എന്ത് വരും? വോള്യൂം ഓഫ് സിലിണ്ടറിക്കൽ പ്രിസം എന്ന് പറയുമ്പോൾ ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ് നമ്മളുടെ വോള്യൂം എന്ന് പറയുന്നത് അല്ലേ, dA ഇൻറ്റു h ഇൻറ്റു സ്മോൾ w. ഇനി ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ ഓൺ ദ ബേസ് ഓഫ് ദ പ്രിസം. ഇൻറ്റൻസിറ്റി എന്ന് പറയുമ്പോൾ എന്ത് വരും? P ഇസ് ഈക്വൽ ടു dP ഡിവൈഡഡ് ബൈ dA. നമുക്ക് ആദ്യം കിട്ടിയ dP എന്ന് പറയുന്നത് എന്താണ്? അവിടുത്തെ ഫോഴ്സാണ്, അതായത് അവിടുത്തെ പ്രഷറിൻ്റെ ഫോഴ്സാണ്. ഇനി കറക്റ്റ് അതിൻ്റെ ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ dP ബൈ dA ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു dA ഇൻറ്റു h ഇൻറ്റു w ഡിവൈഡഡ് ബൈ dA. അപ്പോൾ പ്രഷർ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? സ്പെസിഫിക് വെയ്റ്റ് ഇൻറ്റു ഹൈറ്റ് എന്ന് കിട്ടി ആണല്ലോ. W എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണെന്ന് അറിയാം, സ്മോൾ w റോ ഇൻറ്റു g ആണ്. അപ്പോൾ P ഇസ് ഈക്വൽ ടു റോ g h. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ്, വളരെ ഇമ്പോർട്ടൻറ്റുമാണ്. നമുക്കെല്ലാ കേസിലും ഹൈഡ്രോളിക്സിലും അപ്ലൈ ചെയ്യാവുന്ന ഒരു ഇക്വേഷനാണ്. പ്രഷർ, ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ എന്ന് പറയുന്നത് h ഹൈറ്റിൽ ഒരു ലിക്വിഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബോട്ടത്തിൽ അനുഭവപ്പെടുന്ന ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ വിൽ ബി ഈക്വൽ ടു റോ ഇൻറ്റു ജി ഇൻറ്റു എച്ച് ആയിരിക്കും. ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ അറ്റ് എനി പോയിൻറ്റ് ഇൻ എ ലിക്വിഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ഡെപ്ത് ഫ്രം ദ ഫോഴ്സ് സർഫസ് ഓഫ് ദ ലിക്വിഡ്. എച്ച് ഇസ് ഈക്വൽ ടു പി ഡിവൈഡ് ബൈ ഡബ്ല്യു വിച്ച് ഇസ് ഈക്വൽ ടു പി ബൈ റോ ജി. അപ്പോൾ അതിൻ്റെ ഹെഡ് എന്നാണ് നമ്മൾ എച്ചിന് പറയുക, പ്രഷർ ഹെഡ് എന്നാണ് പറയുക. പ്രഷർ ഹെഡ് കണ്ടുപിടിക്കാനായിട്ട് നമുക്കതിന് ആ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? പി ബൈ റോ ജി എന്ന് പറഞ്ഞിട്ട് കിട്ടും. അത് മീറ്റേഴ്സിലാണ്, മീറ്റേഴ്സ് ഓഫ് ലിക്വിഡ്, അത് ഏത് ലിക്വിഡാണോ ആ ലിക്വിഡ്, അങ്ങനെയാണ് അതിൻ്റെ യൂണിറ്റ് നമ്മൾ പറയുന്നത്. ഓക്കെ, പ്രോബ്ലം നോക്കാം. ഡിറ്റർമിൻ ദ പ്രഷർ അറ്റ് ദ ബോട്ടം ഓഫ് 50 മീറ്റർ ഡീപ്പ് ഫ്രഷ് വാട്ടർ ടാങ്ക്. 50 മീറ്റർ ഡെപ്തുള്ള ഒരു ഫ്രഷ് വാട്ടർ ടാങ്ക് ഉണ്ട്, അതിൻ്റെ അടിയിലുണ്ടായിരിക്കുന്ന പ്രഷർ എന്തായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ എന്ത് വരും? റോ ഇസ് ഈക്വൽ പി ഇസ് ഈക്വൽ ടു റോ ജി എച്ച് ആണ്. വാട്ടറിൻ്റെ കേസിൽ റോ എന്ന് പറയുന്നത് 1000 ആണ്, ജി എന്ന് പറയുന്നത് ഓൾവേസ് 9.81 ഇൻറ്റു 50 എന്ന് പറയുന്നത് 50 മീറ്റർ ഡെപ്തുള്ള ടാങ്കാണ് അല്ലേ. അപ്പോൾ എന്ത് കിട്ടി? നമുക്ക് അവിടുത്തെ പ്രഷറിൻ്റെ വാല്യൂ കിട്ടി. ഓക്കെ ആണല്ലോ. അതുപോലെ ഒരു പ്രോബ്ലം കൂടെ നോക്കാം. പ്രഷർ ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിൻറ്റ് ഇൻ എ ഫ്ലൂയിഡ് ഈസ് ഗിവൺ 35 kilopascal. Find the corresponding height of fluid when fluid is water, and second case when the fluid is oil of specific gravity 0.8. നമുക്കിവിടെ തന്നിട്ടുള്ളത് ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ 35 kPa ആണ്. ഓക്കെ, അവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത് റോ ഇൻറ്റു ജി എച്ച് ആണ്. ഹൈറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പോൾ പി ബൈ റോ ഇൻറ്റു ജി ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എച്ച് തന്നെയാണ്. റോ ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 1000 kg/m³ ആണ്. അപ്പോൾ ഹൈറ്റ് ഓഫ് വാട്ടർ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? പി ബൈ റോ ഓഫ് വാട്ടർ ഇൻറ്റു ജി വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എല്ലാ വാല്യൂസും അറിയാം, അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു.
എത്ര മീറ്റർ വാട്ടർ ആണെന്നുള്ളത് നമുക്ക് കിട്ടി. അതേപോലെ തന്നെ ആ ഫ്ലൂയിഡ് ഓയിലാണെന്നുണ്ടെങ്കിൽ അല്ലേ, അപ്പോൾ P/ρ ഓയിൽ ഇൻറ്റു G, ഓയിലിൻ്റെ ഡെൻസിറ്റി കിട്ടണം നമുക്ക്. അതിന് വേണ്ടി അവിടെ തന്നിട്ടുള്ള ക്ലൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓയിലിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട്. സ്പെസിഫിക് ഗ്രാവിറ്റി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ ഇൻറ്റു വാട്ടറിൻ്റെ ഡെൻസിറ്റി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ ഒരു ലിക്വിഡിൻ്റെ, ആ ഒരു ഫ്ലൂയിഡിൻ്റെ, ആ ഒരു ഓയിലിൻ്റെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എന്ത് കിട്ടും? റോ നമുക്ക് കിട്ടും, അതായത് ഡെൻസിറ്റി നമുക്ക് കിട്ടും. അപ്പോൾ 0.8 ഇൻറ്റു 1000 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഓയിലിൻ്റെ ഡെൻസിറ്റി കിട്ടി. ഓയിലിൻ്റെ ഡെൻസിറ്റി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ H = ρg എന്ന് P/ρg എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഓയിലിൻ്റെയും ഹൈറ്റ് കിട്ടും. ഓക്കെ, സിമ്പിളാണ് ഇങ്ങനത്തെ പ്രോബ്ലംസ്, ഇതെല്ലാം പഠിക്കുക. ഇനി അതിൻ്റെ കുറച്ച് എക്സസൈസുകളാണ് തന്നിട്ടുള്ളത്, അത് കൃത്യമായിട്ടും ചെയ്യുക. ഓക്കെ, പിന്നെ കാപ്പിലറി റൈസിൻ്റെയും കാപ്പിലറി ഫോളിൻ്റെയും ഒരു പ്രോബ്ലമാണ്. 2 capillary tube of diameter 1.5 mm and 3 mm are dipped in an oil of surface tension 0.035 Newton per meter and specific weight 9360 Newton per m3. Find the difference of oil levels in the two tubes. Assume contact angle equal to 25 degree. നമ്മളുടെ സാധാരണ നമ്മുടെ കാപ്പിലാരിറ്റീനെ പറ്റി പറഞ്ഞില്ലേ, അതാണ്. 2 ട്യൂബുണ്ട്. അപ്പോൾ ആ 2 ട്യൂബിൻ്റെയും ഡയാമീറ്റർ വ്യത്യാസമുണ്ട്. അപ്പോൾ ഒന്ന് 1.5 മില്ലിമീറ്ററാണ്, ഒന്ന് 3 മില്ലിമീറ്ററാണ്. അതിനാദ്യം തന്നെ നമ്മൾ മീറ്ററിലേക്ക് മാറ്റി. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളെല്ലാം യൂണിറ്റ്സ് ന്യൂട്ടണിലേക്കും മീറ്ററിലേക്കും കൺവേർട്ട് ചെയ്യുക കേട്ടോ. അതായത് കിലോ ന്യൂട്ടൺ ആണെങ്കിൽ ന്യൂട്ടണിലേക്ക് ആക്കുക. അപ്പം അതുപോലെ തന്നെ മില്ലിമീറ്റർ ആണെങ്കിൽ മീറ്ററിലേക്ക് ആക്കുക, സെൻറ്റിമീറ്റർ ആണെങ്കിലും മീറ്ററിലേക്ക് ആക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സർഫസ് ടെൻഷൻ നമുക്ക് തന്നിട്ടുള്ളത് 0.036 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. സ്പെസിഫിക് വെയിറ്റ് എന്ന് പറയുന്നത് ρ ഇൻറ്റു G ആണ്. അപ്പോൾ സ്പെസിഫിക് വെയിറ്റ് കിട്ടി. ദെൻ നെക്സ്റ്റ് തീറ്റ, കോണ്ടാക്റ്റ് ആംഗിൾ എന്ന് പറയുന്നത് 25 ഡിഗ്രിയാണ്. അപ്പോൾ ഫസ്റ്റ് ട്യൂബിലെ കാപ്പിലറി റൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 4 സിഗ്മ കോസ് തീറ്റ ബൈ W ഇൻറ്റു D1 ആണ്. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഫസ്റ്റത്തെ കിട്ടി. ദെൻ സെക്കൻഡ് ട്യൂബിൽ അതേ കാര്യങ്ങൾ തന്നെ സെക്കൻഡ് കേസിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത് ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറൻസിൻ അപ്പോൾ 2 കാപ്പിലറി റൈസ് കിട്ടും. അപ്പോൾ H2 - H1 H1 - H2, അതായത് ആ ഡിഫറൻസ് എത്രയാണോ അത് നോട്ട് ചെയ്യാം. അതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ഇതിലും കൊടുത്തിട്ടുണ്ട്. എന്തായാലും ആ പ്രോബ്ലംസ് 1 2 എങ്കിലും ചെയ്ത് നോക്കുക. എല്ലാം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും 1 2 പ്രോബ്ലംസ് എങ്കിലും ചെയ്ത് നോക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. 1 2 എണ്ണത്തിൽ ഞാൻ ഹിൻ്റൊക്കെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം നെക്സ്റ്റ് വീഡിയോയിൽ കൊടുക്കാം. ചെറിയ ചെറിയ വീഡിയോസ് ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇതിലിപ്പോൾ പ്രോബ്ലംസ് പറഞ്ഞതുകൊണ്ടാണ് കുറച്ചൊന്ന് സ്ലോ ആയി പോയത്. ഓക്കെ, താങ്ക് യു.